അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1 തിങ്കളാഴ്ച. IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ രണ്ടാം തവണയും കിരീടം നേടിയത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ RCB 18 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 42 പന്തിൽ 75 റൺസുമായി പുറത്താവാതെ നിന്ന് വിരാട് കോഹ്ലിയാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് 46 രൂപ വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 3131 രൂപയാണ് പുതിയ വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മെയ് 1 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമാകും. 42 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മിൽമ പാലിന് ഇന്നു മുതൽ ലിറ്ററിന് 4 രൂപ കൂടി. തൈരിന് 10 രൂപയാണ് വർധന. പാലിന് വർദ്ധിപ്പിച്ച വിലയിൽ ലിറ്ററിന് 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കും. 4 മാസം മുൻപ് തീരുമാനിച്ച വില വർധനയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. കേസ് CBIക്ക് വിട്ട സംസ്ഥാന സർക്കാർ നടപടിയെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സ്വാഗതം ചെയ്തു. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തുന്നതിനെതിരെ CPMകാരിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യയാണ് കേസിലെ പ്രതി. CBI അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി വരെ തള്ളിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NV ജയരാജനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പറഞ്ഞു. കിഫ്ബി നിയമനങ്ങളിൽ സമഗ്ര പരിശോധന നടത്തും. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങൾ റദ്ദാക്കും. അത്യാവശ്യ ജീവനക്കാരെ മാത്രം നിലനിർത്തും. സാങ്കേതിക പരിജ്ഞാനം വേണ്ട ഉയർന്ന തസ്തികയിലേക്ക് സർവീസിൽ നിന്നുള്ളവരെ പരിഗണിക്കും. കിഫ്ബിയുടെ പ്രവർത്തന ഘടന പുനഃപരിശോധിക്കാനും UDF സർക്കാർ തീരുമാനം. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതലകൾ നൽകി. സണ്ണി ജോസഫ് കണ്ണൂർ, KM ഷാജി കാസർഗോഡ്, CP ജോൺ തിരുവനന്തപുരം, ഷിബു ബേബി ജോൺ കൊല്ലം, PC വിഷ്ണുനാഥ് പത്തനംതിട്ട, M ലിജു ആലപ്പുഴ, മോൻസ് ജോസഫ് കോട്ടയം, അനൂപ് ജേക്കബ് ഇടുക്കി, റോജി M ജോൺ എറണാകുളം, OG ജനീഷ് തൃശൂർ, N ഷംസുദ്ദീൻ പാലക്കാട്, PK ബഷീർ മലപ്പുറം, AP അനിൽകുമാർ കോഴിക്കോട്, T സിദ്ദിഖ് വയനാട്. അടുത്ത 5 ദിവസം മഴ ശക്തമാകും. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ED അന്വേഷണത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റെയ്ഡിൽ ലഭിച്ച നിർണായക തെളിവുകൾക്കൊപ്പം അന്വേഷണത്തിനിടെ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവും കോടതിയുടെ ശ്രദ്ധയിൽ വരും. ED ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ML വിജയനെയാണ് പിടികൂടിയത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26ആയി. ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് 3 തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശക്തമായ മഴയിൽ താമരശ്ശേരി ചുരം 1ാം വളവിനും 2ാം വളവിനുമിടയിൽ റോഡിലേക്ക് മരങ്ങൾ മുറിഞ്ഞു വീണു.
ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാനാവില്ല. അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം അവസാനമല്ലെന്നും കഴിഞ്ഞ 10 വർഷം നാടിന്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും പിണറായി വിജയൻ ജന്മനാട്ടിൽ ഇടതുമുന്നണി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളങ്കരഹിതമായാണ് സിപിഎമ്മിന്റെ നേതൃത്വം നിലനിൽക്കുന്നതെന്നും പിണറായി അവകാശപ്പെട്ടു. നവകേരള യാത്രയ്ക്കിടെയുണ്ടായ ഗൺമാൻ മർദ്ദനക്കേസിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ എസ്ഐടി പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിശദമായ റിപ്പോർട്ടിൽ പേര് വന്നാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് ഡയറി തിരുത്തിയെന്ന ആരോപണത്തിൽ എസ്ഐടി അന്വേഷണം തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ജന്മദിനത്തിൽ ആശംസയുമായി എത്തി വെള്ളാപ്പള്ളി നടേശന്റെ മകനും ബിഡിജെഎസ് നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിയുമായി നടന്നത് സൌഹൃദ കൂടിക്കാഴ്ചയാണെന്നും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്താൻ സാധിച്ചിരുന്നില്ലെന്നും തുഷാർ പറഞ്ഞു. മന്ത്രി ഒ ജെ ജനീഷിന്റെ നന്ദി പ്രകടന സന്ദർശനത്തിനിടെ വീട്ടിൽ ഭക്ഷണം നൽകിയതിന് മുതിർന്ന പ്രാദേശിക നേതാവിനെ സിപിഐ പുറത്താക്കി. തൃശൂർ സ്വദേശിയായ പി എസ് അബ്ദുൾ റഹ്മാനെയാണ് അഷ്ടമിച്ചിറ ബ്രാഞ്ച് കമ്മിറ്റി പുറത്താക്കിയത്. സിപിഎം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരിയിൽ നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. കോടികൾ നിക്ഷേപം സ്വീകരിച്ചത് നിയമവിരുദ്ധമായാണെന്ന് ഓഡിറ്റ് സംഘം നേതൃത്വത്തെ അറിയിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പ്രധാന പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. താനടക്കം ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി ഡോക്ടർ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ദീപിക 140ാം വാർഷികാഘോഷ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തന്റെ മണ്ഡലത്തിൽ സന്ദർശിച്ചതിന് കുട്ടനാട് എംഎൽഎ റിജി ചെറിയാനെ പൊതുവേദിയിൽ വിമർശിച്ച് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് റിജി ചെറിയാൻ എത്തിയത്. നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതിപ്പെട്ടാൽ റിജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുമെന്നും സുധാകരൻ. റെജി ചെറിയാന്റെ ബാറിൽ വെള്ളമടിക്കാൻ പോകാത്തതുകൊണ്ട് തന്നോട് സ്നേഹം കാണില്ലെന്നും അവിടെ പോകുന്നവരെ തനിക്കറിയാമെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തിലെത്തിയതിനെ വിമർശിച്ച ജി സുധാകരൻ ഇപ്പോഴും സിപിഎം ആണെന്ന് കുട്ടനാട് എംഎൽഎ റെജി ചെറിയാൻ. യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ സുധാകരന് എന്ത് അധികാരം? താൻ അവിടെ പോയത് സുധാകരന്റെ മണ്ണുവാരി കൊണ്ടുപോകാനല്ല. മന്ത്രിയായിരുന്ന കാലത്ത് കരിമണൽ കടത്തിന് കൂട്ടുനിന്നയാളാണെന്നും റെജി ചെറിയാൻ ആരോപിച്ചു. നടി അൻസിബ ഹസൻ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഹാജരായി മൊഴി നൽകി. നടി ലക്ഷ്മിപ്രിയ ഇന്ന് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃക്കരിപ്പൂർ എംഎൽഎ സന്ദീപ് വാര്യർക്ക് നേരെ ഫോണിലൂടെ വധഭീഷണി. വെടിവെച്ച് കൊല്ലുമെന്ന വധഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭീഷണിക്ക് പിന്നിൽ കൊല്ലം സ്വദേശിയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പൂരം അപകടരഹിതമാക്കാൻ വെടിക്കെട്ട് രീതി മാറ്റണമെന്ന് സുരേഷ് ഗോപി എംപി. ദേവസ്വങ്ങളുടെ പ്രത്യേക സംഘം ശിവകാശിയിൽ പോയി സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കണം. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാങ്കേതിക ഇടപെടലുകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തൃശൂർ പൂരം എക്സിബിഷൻ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. പാലക്കാട് വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി. പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം വഴി സാധ്യതാ പഠനത്തിന് ഉത്തരവിട്ടെന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ണൂരിൽ തട്ടുകടയിൽ കോൺഗ്രസ് കണ്ണൂർ മണ്ഡലം പ്രസിഡന്റും മുൻ നഗരസഭാ കൌൺസിലറുമായ ആർ രഞ്ജിത്തിനെ മർദ്ദിച്ച കേസിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരായ രജീവൻ, ബിനു കൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഇന്നലെ വിരമിക്കുന്നതിന് തൊട്ടുമുൻപാണ് രാജീവിന് സസ്പെൻഷൻ ലഭിച്ചത്. അതേസമയം തട്ടുകടയിൽ രഞ്ജിത്ത് ആക്രമിച്ചെന്ന് പോലീസുകാരും പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാർ ജലവിഭവ വകുപ്പ് ഉന്നതതല യോഗം വിളിച്ചു. സാധ്യമായ അടിയന്തര നടപടികൾ ഉടനടി സ്വീകരിക്കുമെന്ന് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് കോർപ്പറേഷനെ പഴിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും
വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണമെന്നും മേയർ വി രാജേഷ് പറഞ്ഞിരുന്നു. തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ 3 ജീവനക്കാർക്കെതിരെ നടപടി. ലിസി ഫിലിപ്പ്, നിഷ, അൽഫോൻസ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിലേക്ക് യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. യുഎസിലെ ജോർജിയയിൽ വിവാഹദിനത്തിൽ പ്രവാസി മലയാളികളായ വധൂവരന്മാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ വരനും പൈലറ്റും മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴയിൽ നിന്ന് യുഎസിലേക്ക് കുടിയേറിയ കടുവാക്കുടിയിൽ ഫിജി ജോർജ്, ഫേബ ഫിജി ദമ്പതികളുടെ മകൻ ഡേവ് ഫിജിയാണ് മരിച്ചത്. തലവടി സ്വദേശി സാം ഉമ്മൻ, ഷീല സാം ദമ്പതികളുടെ മകളാണ് പരിക്കേറ്റ ജസ്നി സാം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി അഷ്കറിന് നേരെ നാട്ടുകാരുടെ രോഷം. പ്രതിയെ തെളിവെടുപ്പിനായി ഇവർ താമസിച്ചിരുന്ന കരിക്കുഴിയിലെ വാടക വീട്ടിൽ എത്തിച്ചതിനിടെയാണ് ജനരോഷം ഉണ്ടായത്. ഹരിപ്പാട് നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ കുഞ്ഞിനെ വേണ്ടെന്ന് 19 വയസ്സുകാരിയായ അമ്മ. കുഞ്ഞിനെ CWC ഏറ്റെടുത്ത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറും. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും പറയുന്നു. മഹാരാഷ്ട്ര താനെയിലെ വർത്തക് നഗറിൽ മലയാളി യുവാവിനെ ഗുണ്ടാസംഘം വെട്ടിക്കൊന്നു. ചെങ്ങന്നൂർ സ്വദേശി വിഷ്ണു നായരാണ് കൊല്ലപ്പെട്ടത്. മീൻ കച്ചവടക്കാരും ഗുണ്ടാസംഘവും തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ട വിഷ്ണുവിനെതിരെ ഗുണ്ടാസംഘത്തലവൻ പ്രകാശ് DK വധഭീഷണി മുഴക്കിയിരുന്നു. വിഷ്ണു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊലയാളി സംഘത്തിലെ 2 പേരെ പോലീസ് പിടികൂടി. രാജ്യത്തിന്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ജനറൽ NS രാജ സുബ്രഹ്മണി സ്ഥാനമേറ്റെടുത്തു. സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായി ദേശീയ യുദ്ധ സ്മാരകത്തിൽ സംയുക്ത സൈനിക മേധാവി പുഷ്പചക്രം അർപ്പിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാപക ആക്രമണം. പാർട്ടി ജനറൽ സെക്രട്ടറിയും എംപിയുമായ അഭിഷേക് ബാനർജിക്ക് പിറകെ കല്യാൺ ബാനർജി എംപിയെ ഒരു സംഘം നടുറോഡിൽ തലക്കടിച്ചു വീഴ്ത്തി. BJPയാണ് അക്രമത്തിന് പിന്നിലെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. CBSE പുനർമൂല്യനിർണ്ണയ പോർട്ടലിന്റെ പേയ്മെന്റ് സംവിധാനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. HDFC പേയ്മെന്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിച്ച പോർട്ടലുമായി ബന്ധപ്പെട്ടാണ് സൈബർ ആക്രമണം ഉണ്ടായത്. സൌത്ത് ഡൽഹിയിലെ സൈദു ലജാബിൽ 4 നില വാണിജ്യ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു, 9 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്ക് കുതിക്കാനൊരുങ്ങുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പരീക്ഷണയോട്ടം ജൂൺ 3-ന്. യശ്വന്തപൂരിൽ നിന്ന് മംഗളൂരു സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് പരീക്ഷണയോട്ടം. എബോള വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ UAE ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രാജ്യത്തെ പൊതുജനാരോഗ്യം സുരക്ഷിതമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. കോങ്കോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലേക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മ്യാൻമറിൽ വിമതസേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഉണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 55 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 30 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഖനനത്തിനും ക്വാറി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. പാരീസിൽ ഫുട്ബോൾ ആരാധകരും പോലീസും തമ്മിൽ തെരുവ് യുദ്ധം. 219 പേർക്ക് പരിക്ക്, 9 പേരുടെ നില ഗുരുതരമാണ്. ആരാധകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെ ട്രെയിൻ, ബസ് ഗതാഗതം താറുമാറായി. അക്രമ സംഭവങ്ങളിൽ 780 പേർ അറസ്റ്റിലായി, 480 പേർ കസ്റ്റഡിയിലാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് ക്ലബായ ആഴ്സണലിനെ പരാജയപ്പെടുത്തി ഫ്രഞ്ച് ക്ലബായ PSG വിജയിച്ചതിന് പിറകെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വൻ അട്ടിമറി. ലോക മുൻനിര താരവും 4 തവണ ചാമ്പ്യനുമായ ഇഗ സ്വിറ്റക് പ്രീ ക്വാർട്ടറിൽ പുറത്തായി. ഉക്രൈന്റെ 15ാം സീഡ് താരം മാർട്ട കോസ്റ്റിക്കിനോടാണ് പോളിഷ് താരം നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെട്ടത്. സ്കോർ 7-5, 6-1. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.